الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസമാണ് നാം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അറബി മാസം. പരിശുദ്ധ ഇസ്ലാമിൽ ആദരണീയമായ മാസങ്ങൾ എന്ന് എണ്ണപ്പെടുന്ന അഷ്ഹുറുൽ ഹുറൂം എന്ന പേരിൽ അറിയുന്ന മാസങ്ങളിൽ വളരെ സുപ്രധാനമാണ് ഈ ദുൽഹജ്ജ് മാസം. ദുൽഹജ്ജ് മാസത്തിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പുണ്യകരവും അനുഗ്രഹീതവുമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾ കൂടുതൽ കൂടുതൽ അമലുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടാൻ പരിശ്രമിക്കേണ്ട സമയം എന്ന അടിസ്ഥാനത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിനങ്ങളുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നബി തിരുമേനി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. സൽക്കർമ്മങ്ങൾ ഏറ്റവുമേറെ അള്ളാഹുവിന് പ്രിയങ്കരമായ ദിവസങ്ങൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏറ്റവുമേറെ അള്ളാഹു ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളാണ്. അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് മറ്റൊരു ഹദീസിൽ അതിന്റെ വിശദീകരണം നമുക്ക് കിട്ടുന്നു. ഇന്നൽ അഷ്റുൽ അദ്ഹ, ഈ 10 എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അദ്ഹയുടെ 10 ദിവസങ്ങളാണ്. അതാണ് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ആ പുണ്യകരമായ ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങൾ വളരെ പ്രധാനമർഹിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് വൽ വത്ർ വശഫ് എന്ന രൂപത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ അറഫ ദിവസവും അതുപോലെ പെരുന്നാൾ ദിവസവും, ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസവും. സൂറത്തുൽ ഫജ്റിൽ നമുക്ക് വൽ ഫജ്ർ വലയാലിൻ അഷ്ർ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. അല്ലാഹു സത്യം ചെയ്യുന്ന ചില പ്രത്യേക സമയങ്ങൾ, ആ സമയങ്ങളെ അല്ലാഹു സത്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, അവയെ പിടിച്ച് സത്യം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുണ്യകരവും ഏറ്റവും ശ്രദ്ധാർഹവുമായ വസ്തുക്കളാണ് അല്ലാഹു പൊതുവെ സത്യം ചെയ്യുന്നതിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കാറുള്ളത്. അതിൽ വൽ ഫജ്ർ വലയാലിൻ അഷ്ർ, ഫജ്റിന്റെ സമയം 10 രാവുകൾ എന്ന് പറയുന്നുണ്ട്. അത് ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 രാവുകളാണ് എന്ന് ഹദീസുകളിലൂടെ കാണാം.
അപ്പോൾ അതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകരമായ ദിവസങ്ങളിലൂടെയും നാളുകളിലൂടെയുമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. കൂടുതൽ അമലുകൾ വർദ്ധിപ്പിക്കേണ്ട, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കേണ്ട, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിക്കേണ്ട സമയമാണ് ഈ നാളുകൾ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഈ മൊത്തം ഈ 10 ദിവസങ്ങളിൽ പ്രവാചകന്റെ ചര്യ എങ്ങനെയായിരുന്നു എന്ന് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി അമലുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ പുണ്യം നേടാൻ പരമാവധി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിമാരിൽപ്പെട്ട ഹഫ്സ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിക്കാതെ അനുഷ്ഠിക്കുമായിരുന്ന ചില കർമ്മങ്ങൾ എടുത്തു പറയുന്നുണ്ട്. സ്ഥിരമായി യാതൊരു മുടക്കവുമില്ലാതെ ചെയ്തുകൊണ്ടേയിരുന്ന അമലുകൾ എന്ന കാര്യങ്ങൾ ആയി 4 എടുത്തു പറയുന്നു. അതില് ഈ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളിലെ നോമ്പാണ്. 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 നോമ്പുകൾ. അതില് അറഫ ദിവസത്തിലെ നോമ്പ് പ്രത്യേകമായി എടുത്തു പറയുന്നു. പിന്നെ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് അതിൽപ്പെട്ടതല്ല. പെരുന്നാളിന് നോമ്പ് സുന്നത്തില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. ആ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നോമ്പെടുക്കാൻ ഉത്സാഹിക്കാറുണ്ടായിരുന്നു. അതിൽ തന്നെ അറഫ നോമ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ പുണ്യകരമായി അനുഷ്ഠിക്കുകയും തന്റെ അനുയായികളെ പ്രത്യേകമായി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതും തിരുമേനിയുടെ സുന്നത്തിൽ നടപടിക്രമത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ എടുത്തു പറയുന്നത് ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇബാദത്തുകളും നോമ്പും, അറഫ ദിവസം പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന രൂപത്തിൽ അതും, പിന്നെ എല്ലാ മാസങ്ങളിലെയും 3 ദിവസത്തെ നോമ്പ് 13, 14, 15 തീയതികളിൽ, അറബി തീയതികളിൽ മനുഷ്യൻ അനുഷ്ഠിക്കണം എന്ന്, ഒരു വിശ്വാസി അനുഷ്ഠിക്കണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച നോമ്പ്, പിന്നെ വറകാത്തൈൽ ഗദാത്ത്, വറകാത്തൈനി ഖബലൽ ഗദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ കാര്യമായി മുടങ്ങാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാറുണ്ടായിരുന്നത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോ ഈ രൂപത്തിൽ ഈ ദുൽഹജ്ജ് മാസത്തിൽ പ്രവേശിച്ച നാം പ്രത്യേകിച്ച് ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യം നേടാൻ പരിശ്രമിക്കേണ്ട നാളുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യമായി ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അള്ളാഹുവിന്റെ പ്രീതി എനിക്ക് എങ്ങനെ കൂടുതൽ നേടാൻ സാധിക്കും, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ ഏതാണ്, ആ അമലുകൾ ഞാൻ മുടക്കം കൂടാതെ അനുഷ്ഠിക്കണം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടും അത് മുടങ്ങാതെ എടുക്കാൻ വേണ്ടി താൽപര്യപ്പെട്ടുകൊണ്ടുമുള്ള ഒരു ജീവിതമായിരിക്കും അവന്റേത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത കാണിക്കേണ്ട സമയമാണ്, ദിവസങ്ങളാണ്, സന്ദർഭങ്ങളാണ് ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളെല്ലാം കൂടുതലായി അമലുകൾ വർദ്ധിപ്പിക്കാൻ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങളെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ ചില ദിവസങ്ങളെ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയും അന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിലെ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടങ്ങാതെ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു.
അത് സഹാബത്തിനോട് നോമ്പെടുക്കാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ പുണ്യം, പ്രതിഫലം വളരെ കൂടുതലാണ് എന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ അവന്റെ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് ഒരു ദിവസത്തെ അറഫ നോമ്പ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി, മുസ്ലിം പോലെയുള്ള പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ആ അറഫ ദിവസത്തെ നോമ്പ് ഈ പ്രത്യേക അമലുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു ഇബാദത്തായി, ഒരു സൽക്കർമ്മമായി, പുണ്യകർമ്മമായി, അമലും സ്വാലിഹായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് അതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ അറഫ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അതിന്റെ പ്രാധാന്യവും പുണ്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം, ഹജ്ജ് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസമാണല്ലോ ഈ ദുൽഹജ്ജ് മാസം. ആ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈ മാസത്തിലാണ്. അള്ളാഹുവിന്റെ ദാസന്മാർ ലോകത്തിന്റെ മിൻകുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആഹ്വാനം കേട്ട് ഭൂമിയുടെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്ന് അവന്റെ വിളിക്കുത്തരം നൽകിയ ആ സന്ദർഭമാണ് ഹജ്ജ് വേള എന്ന് പറയുന്നത്. ആ ഹാജിമാരെല്ലാവരെയും ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരുമിച്ച് കൂട്ടി ഒരു കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതാണ് വുഖൂഫ് അറഫ. അറഫ ദിവസത്തിലെ നൃത്തം എന്ന് പറയുന്ന കർമ്മം ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ആ കർമ്മം കിട്ടാതെ ഇരുന്നാൽ അയാൾക്ക് ഹജ്ജില്ല, അയാളുടെ ഹജ്ജ് നഷ്ടപ്പെട്ടുപോയി. അറഫ മൈതാനിയിൽ അല്ലെങ്കിൽ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു, സഹാബാക്കിറാം അവിടെ നിന്നു, ഹാജിമാരൊക്കെ അവിടെ നിൽക്കണം എന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചു. ആ രൂപത്തിൽ അന്ന് മുതൽ ഇന്നേ വരെ അറഫയിൽ ഹാജിമാർ എല്ലാവരും ഈ ദുൽഹജ്ജ് 9 ഒരുമിച്ച് കൂടുന്നു. അന്ന് യൗമു അറഫയാണ്, അറഫ ദിവസമാണ്. ആ അറഫ ദിവസത്തിൽ അവർ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുകയാണ്. നമസ്കാരം നിറവേറ്റുന്നു, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നു, അള്ളാഹുവിനോട് ദിക്റുകളും ദുആകളും നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം ആത്മീയമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആരാധനകളിൽ മുഴുകി നിൽക്കുന്ന ജനലക്ഷങ്ങളെയാണ് ഈ അറഫ മൈതാനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് യൗമു അറഫ എന്ന് അതിനെ വിളിക്കുന്നു. ആ പേരാണ് ആ ദിവസത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഭൂമിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് മലായിക്കത്തുകളോട് പറയും, നിങ്ങൾ എന്റെ അടിമകളെ നോക്കൂ, അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്ത്, എന്നോട് പ്രാർത്ഥിച്ച്, എന്നോട് ദുആയിരുന്ന്, എനിക്ക് സാഷ്ടാംഗവും അതുപോലെ സുജൂദും നടത്തി ദിക്റുകളും തസ്ബീഹുകളുമായി കഴിഞ്ഞു നിൽക്കൂടുന്ന എന്റെ ഈ അടിയാറുകളെ നിങ്ങൾ നോക്കൂ. പണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ആ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് നാശകാരികളും രക്തം ചിന്തുന്നവരും കുഴപ്പകാരികളുമായ ആളുകളെയാണോ എന്ന് ഈ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ പണ്ട് ചോദിച്ചിരുന്നല്ലോ. നിങ്ങളൊന്ന് നോക്കൂ, അവർ എത്ര കണ്ട് ഭവ്യതയോടുകൂടിയാണ്, എത്ര കണ്ട് ഭക്തിയോടുകൂടിയാണ്, എത്ര കണ്ട് അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ടാണ്, പാപമോചനത്തെ അർത്ഥിച്ചുകൊണ്ടാണ് ഈ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവരുടെ ആവശ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ എന്ത് ആവശ്യവും നിറവേറ്റിക്കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന രീതിയിൽ ഉദാരമായ നിലപാടുകൾ സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. ചില ഹദീസുകളിൽ പറയുന്നു, പിശാചിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഔദാര്യവും
അവൻ ഈ ഇത്രയും വലിയ പാപികൾക്ക് കുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നതും കാണുമ്പോൾ ഇത്രയേറെ നിരാശനായ, ഇത്രയേറെ കോപാന്ധനായ, കോപം കൊണ്ട് അന്ധത ബാധിച്ച ഒരു അവസ്ഥയിൽ ഇബ്ലീസ് ആയിത്തീരുന്ന വേറെ ഒരു ദിവസം ഉണ്ടായിരിക്കുകയില്ല എന്ന്. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യം ഈ ദിവസത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അറഫ ദിവസത്തിൽ നിങ്ങളുടെ സഹോദരന്മാർ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരമേകിക്കൊണ്ട് ഒരു പ്രത്യേക മൈതാനിയിൽ ചെന്ന് നിങ്ങളുടെ പ്രതിനിധികളായി അല്ലാഹുവിനോടുള്ള ഇബാദത്തുകൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ടുള്ള ഒരു താദാത്മ്യം, അതുമായിട്ടുള്ള ഒരു മാനസികമായ ബന്ധം, അതുമായിട്ട് നിങ്ങളും അതുമായി വൈകാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതാണ് നിങ്ങളുടെ ഇബാദത്തുകളിലൂടെയും നിങ്ങളുടെ നോമ്പുകളിലൂടെയും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയും ഒക്കെ സാധിക്കേണ്ടത് എന്ന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അറഫ ദിവസത്തിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പുണ്യകരമായ ഒരു അമലായി നിർദ്ദേശിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾക്കൊരു സംശയമുണ്ടായിരിക്കും, ഇപ്പോൾ ഈ നോമ്പ് ഒക്കെ സാധാരണഗതിയിൽ എപ്പോഴാണ് നമ്മൾ നോൽക്കേണ്ടത്? കാരണം നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള തീയതികളും ഈ അറബി നാടുകളിലുള്ള തീയതികളുമൊക്കെ ആയിട്ട് മാറി വരുമ്പോൾ, അപ്പോൾ അവര് അറഫ ദിവസം ആചരിക്കുന്ന ദിവസമായിരിക്കുകയില്ല നമ്മുടെ ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത്. പലപ്പോഴും ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആ പ്രദേശങ്ങളും നമ്മുടെ നാടുകളുമായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പുണ്യകരമായ നോമ്പ് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാകുന്നത് ഏറ്റവും ഉത്തമം എന്ന രൂപത്തിലൊക്കെ പല ആളുകളും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചത് സിയാമു യൗമ അറഫ, അറഫ ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ്. ദുൽഹജ്ജ് 9 നോമ്പെടുക്കുക എന്നുള്ളതല്ല. ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത് നമ്മുടെ തീയതി ഗണനയനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വരും. പക്ഷെ അറഫ ദിനം എന്ന് പറയുന്നത് മാറ്റമില്ല. അറഫ ദിനം എന്നാണോ അറഫ, നിങ്ങളുടെ സഹോദരന്മാരായ ഹാജിമാർ എന്നാണോ അറഫയിൽ നിൽക്കുന്നത് അന്നാണ് യൗമു അറഫ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യൗമു അറഫ എന്ന് ആ ദിവസത്തിലെ അറഫ ദിവസത്തെ നോമ്പ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് ഏത് സമയത്താണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അപ്പോൾ ഇഷ്കാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എന്നാണോ ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് അതാണ് അറഫ ദിവസത്തിലെ നോമ്പ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ കാലഗണന അനുസരിച്ചുകൊണ്ട് ദുൽഹജ്ജ് 8 കാരണം നമ്മുടെ നാട്ടിലെ ഈ താരീഖ് അല്ലെങ്കിൽ ഡേറ്റ് കണക്കാക്കുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അത് പ്രയാസമില്ല. കാരണം പ്രത്യേകിച്ചും ഈ ദുൽഹജ്ജ് ആദ്യത്തെ 9 ദിവസങ്ങളും പുണ്യകരമായ ദിവസങ്ങളാണല്ലോ. ഇനി അത് പോരാ എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ 8-നും 9-നും നോമ്പെടുക്കാം. അങ്ങനെ നോമ്പെടുത്താൽ അയാൾക്ക് അറഫ ദിവസത്തിലെ നോമ്പുമായി ഈ ദുൽഹജ്ജ് 9 എന്നുള്ള രൂപത്തിൽ ശാഠ്യമുണ്ട് എങ്കിൽ ആ ദുൽഹജ്ജ് 9 നോമ്പും അദ്ദേഹത്തിന് അനുഷ്ഠിക്കാം. അപ്പോൾ ഏതായിരുന്നാലും അറഫ ദിവസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഈ രീതിയിൽ എന്നാണോ അറഫ നടക്കുന്നത് അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യകരമായ രീതി. നമ്മൾ ഈ പെരുന്നാൾ ആഘോഷങ്ങളെയും നോമ്പ് ആഘോഷങ്ങളെയും സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഉചിതമായ 1-2 തവണ നമ്മൾ ആ വിഷയകമായി സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയകമായി നമ്മുടെ അഭിപ്രായങ്ങൾ കൂടുതൽ വ്യക്തമാക്കി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഏറ്റവും നല്ലതും ഉത്തമമായതും അവർ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന്റെ ഈ സുദിനങ്ങളും അതുപോലെ റമളാന് പെരുന്നാൾ പോലെയുള്ള ദിവസങ്ങളുമൊക്കെ ഒരുപോലെ ആചരിക്കുക എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരേ രീതിയിൽ തന്നെ ഒരേ ദിവസങ്ങൾ അതേ ദിവസങ്ങൾ അനുപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് അതിന് ഒരു തീയതി നിശ്ചയിക്കുകയും അതുപോലെ സമയം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നോമ്പിന്റെയും പെരുന്നാളിന്റെയും ഒക്കെ കാര്യത്തിൽ മാത്രം മുസ്ലിമീങ്ങൾക്ക് ഇത് സാധിക്കാതെ വരുന്നത് യഥാർത്ഥത്തിൽ നല്ല ഒരു സമ്പ്രദായമല്ല. ഒരു മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നോമ്പോ പെരുന്നാളോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സ്വഭാവവും അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും
ഇസ്ലാമികമായ ഈ സമ്പ്രദായങ്ങളും രീതികളുമൊക്കെ ഒരുപോലെ എല്ലായിടത്തും നടക്കുന്നതിനും ഏറ്റവും ഉത്തമമായ രീതി. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വ്യത്യസ്തമായ മത്ലഴുകൾ പരിഗണിക്കണം, അഥവാ ഈ ചന്ദ്രോദയത്തിന്റെ ഉദയാസ്തമനങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ ഉദയാസ്തമനങ്ങൾ ഒത്തുവരുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഒരുപോലെ ആവേണ്ടതുള്ളൂ, അല്ലാത്ത പ്രദേശങ്ങളിൽ ഒരുപോലെ ആവേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കും. സ്വാഭാവികമാണ്, ഈ ഉദയാസ്തമനങ്ങൾ ഒരു പ്രദേശത്തും മറ്റൊരു പ്രദേശത്തും ഒരുപോലെ ആവുകയില്ല. 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉദയാസ്തമനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രദേശങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് മാനദണ്ഡമായി സ്വീകരിക്കണം എന്ന് വെച്ചാൽ പിന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രദേശത്തുകാരായ ആളുകൾ നോമ്പെടുക്കുമ്പോൾ വേറെ പ്രദേശത്തുകാർക്ക് നോമ്പുണ്ടാവുകയില്ല. ഒരു പ്രദേശത്തുകാരായ ആളുകൾ പെരുന്നാൾ എടുക്കുമ്പോൾ വേറെ പ്രദേശത്തുകാർക്ക് പെരുന്നാൾ ഉണ്ടാവുകയില്ല. അത് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തെയും അതുപോലെ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു സാഹോദര്യത്തിന്റേതായ രീതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ അഭിപ്രായക്കാരാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സാധിക്കുന്നത്ര ഐക്യത്തോടും സാധിക്കുന്നത്ര യോജിപ്പോടും കൂടി ഈ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോ ഒരേ ഒരു പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ഒരേ ഒരു ചുറ്റുപാടുകളിൽ തന്നെ വ്യത്യസ്ത ദിവസങ്ങളിൽ നോമ്പും പെരുന്നാളുകളും ഒക്കെ ആചരിക്കുന്ന ഒരു സമ്പ്രദായമെങ്കിലും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വേറെ ഏതോ ദൂരദേശങ്ങൾ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പെരുന്നാളോ നോമ്പോ ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടേത് പിറ്റേ ദിവസമായി എന്നതുകൊണ്ട് വല്ലാതെ ഒരു അസ്കിത അനുഭവപ്പെടുകയില്ല. അതില്ലാതാവുന്നത് തന്നെയാണ് ഉത്തമം എങ്കിലും. പക്ഷേ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു മഹല്ലിൽ തന്നെ ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ രീതി. അപ്പോൾ ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ഒറ്റ രീതിയിലാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കേണ്ടതും കൊണ്ട് ആടേണ്ടതും എന്ന അഭിപ്രായമുള്ളതോടൊപ്പം തന്നെ പരമാവധി ഐക്യത്തിന് ശ്രമിക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് നമ്മുടെ പ്രദേശങ്ങളിലെങ്കിലും വ്യത്യസ്ത രൂപത്തിൽ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ സുദിനങ്ങൾ കൊണ്ടാടുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ പല സഹോദരന്മാരും അവർക്ക് ഇത്തരം വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കും. ചില ആളുകൾ മാസപ്പിറവി കാണണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്, കണക്കുകൾ മതി എന്നുള്ള അഭിപ്രായക്കാരാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് കണക്കുകളൊക്കെ കണക്കൂട്ടി എപ്പോഴാണ് ചന്ദ്രോദയം എന്നൊക്കെ കണക്കാക്കാൻ സാധിക്കും, അത് മതി എന്ന അഭിപ്രായക്കാരുണ്ട്. പക്ഷെ ആ അഭിപ്രായത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടില്ല. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും മാസപ്പിറവി സ്വന്തമായി കാണുക എന്നുള്ളത് തന്നെയാണ് അസ്ലി എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവര് ഈ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഇങ്ങനെ അഭിപ്രായമുള്ള 4 ആളുകൾ കൂടി ഞങ്ങൾ പെരുന്നാള് ഇന്ന ദിവസത്തിലാണ് ആഘോഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ നോമ്പ് ഇന്ന ദിവസത്തിലാണ് എന്ന് വെച്ചാൽ സംഭവിക്കുന്ന എന്താണെന്ന് ഒരു പ്രദേശത്ത് തന്നെ 2, 3, 4 ദിവസങ്ങളിലൊക്കെ പെരുന്നാളുകളാകും. ഇപ്പൊ നമ്മുടെ ഈ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഈ പെരുന്നാളിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഭാഗം ആളുകളുണ്ട് അവർ കണക്ക് കൂട്ടിക്കൊണ്ട് നേരത്തെ തന്നെ വ്യാഴാഴ്ചയാണ് പെരുന്നാൾ എന്ന് പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിലൊക്കെ മൊത്തം നോക്കിയാൽ 10 100 ആളുകൾ ആ രൂപത്തിൽ കാണും. അവർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തോ ആരോടോ ഈർഷ്യ തീർക്കുന്ന മാതിരിയുള്ള ഒരു പെരുന്നാൾ ആഘോഷം അവർ നടത്തും. അതേ അവസരത്തിൽ വേറെ ചില ആളുകൾ വേറെ പല സ്ഥലത്തും പെരുന്നാള് ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് വ്യാഴാഴ്ച അറഫ ദിവസവും അതുപോലെ വെള്ളിയാഴ്ച പെരുന്നാളുമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പെരുന്നാള് എന്നുള്ള രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അങ്ങനെ കുറച്ച് ആളുകൾ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടില് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ അവരുടെ നേതൃത്വവുമൊക്കെ പെരുന്നാൾ ആരും തന്നെ 29 കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ പെരുന്നാൾ നിശ്ചയിക്കാൻ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ യാതൊരു നിവൃത്തിയുമില്ല. കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ സ്വന്തമായി മാസപ്പിറവി കാണണം എന്ന അഭിപ്രായക്കാരാണ് അവർ. അപ്പൊ അതുകൊണ്ട് മാസപ്പിറവി കാണാത്തതിനാൽ കഴിഞ്ഞ മാസം ദുൽഖഅദ മാസം 30 തികഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിറ്റേ ദിവസം മുതൽ ദുൽഹജ്ജ് 1 പ്രഖ്യാപിക്കുകയും ശനിയാഴ്ചയാണ് പെരുന്നാൾ എന്നുള്ള രൂപത്തിൽ
ഒരു സമവായത്തിൽ എത്തുകയും ചെയ്ത് അത് പത്രദ്വാര നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ നമ്മുടെ നാട്ടിലെ 99% ആളുകളെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള സംഘങ്ങളും വിഭാഗങ്ങളുമൊക്കെ ഈ അഭിപ്രായത്തിൽ ഒത്തുവന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും സാധിക്കുന്നത്ര ഏകീകരണം നടക്കുക എന്ന അടിസ്ഥാനത്തിൽ ഈ ദിവസം തന്നെ പെരുന്നാൾ കൊണ്ടാടുക എന്നുള്ളതായിരിക്കും ഇസ്ലാമികമായ അദബുകൾ അനുസരിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ നിലപാട്. അല്ലാതെ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ ഐക്യമുണ്ടാക്കുക എന്ന പേരിൽ പുതിയൊരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സമ്പ്രദായം അത് ഇസ്ലാമികമായി ശരിയാണ് എന്നൊരിക്കലും പറയാൻ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ പ്രദേശങ്ങളിലെങ്കിലും ഈ ഒരേ ഒരു ദിവസം തന്നെ പെരുന്നാളുകൾ ആഘോഷിക്കുക എന്നുള്ള ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും നിങ്ങളുടെ പെരുന്നാൾ അത് ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്, അതുപോലെ തന്നെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കേണ്ടത് ജനങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസമാണ് എന്ന രൂപത്തിൽ പ്രത്യേകമായി പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. പെരുന്നാളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ നടത്താൻ സാധിക്കുന്നത്. 4 ആൾ കൂടിയിട്ട് ഒരു പെരുന്നാൾ ആഘോഷമുണ്ടോ? ഒരാൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് രഹസ്യമായിട്ട് അയാൾക്ക് നോമ്പനുഷ്ഠിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ നോമ്പാണെന്ന് എനിക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ആര് നോമ്പനുഷ്ഠിക്കുന്നില്ല എങ്കിൽ എനിക്ക് നോമ്പനുഷ്ഠിക്കാം. കാരണം നോമ്പ് എന്ന് പറയുന്നത് വേറെ ഒരാളെ ബാധിക്കാത്ത, അയാളെ മാത്രം ബാധിക്കുന്ന ഒരു അമലാണ്, ഇബാദത്താണ്. പെരുന്നാൾ അങ്ങനെയല്ലല്ലോ. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു മഹല്ലും ആ മഹല്ലിലെ മുസ്ലിം സമൂഹവും അവരുടെ പെരുന്നാൾ നമസ്കാരവും അതുപോലെ അവരുടെ ഉലഹിയത്ത് അറവിയും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിൽ 4 ആൾ കൂടിയിട്ട് പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ പല ഇമാമുമാരും തെറ്റാണ് എന്ന് ബോധ്യം വന്നാൽ പോലും അവരുടെ പെരുന്നാൾ ആഘോഷം ശരിയല്ല എന്ന് അയാൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് എങ്കിൽ പോലും പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ജനങ്ങളോടൊപ്പമാണ് എന്ന് ഫത്വ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏതായിരുന്നാലും ശരി, പറഞ്ഞു വന്നതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ യോമു അറഫ എന്ന് പറയുന്ന ദിവസത്തിലെ നോമ്പ് പ്രത്യേകമായി ആ അറഫ ദിവസം തന്നെ നോൽക്കുകയും പിന്നീട് നമ്മളെ പെരുന്നാൾ ആഘോഷവും മറ്റുമൊക്കെ നമ്മുടെ സാധാരണ മുസ്ലിം സമൂഹം എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ ദിവസത്തോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൽ ഏറ്റവും ശരിയായ രീതി. അതിന് കൂടുതൽ നോമ്പ് എടുക്കണം അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളവരായ ആളുകൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസവും, അതായത് ദുൽഹജ്ജ് 8 എന്നുള്ള രൂപത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ ദുൽഹജ്ജ് 9നും നോമ്പെടുക്കാം. ഒരു ദിവസം കൂടുതൽ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് കൂടുതൽ ഉത്തമമാകും എന്നല്ലാതെ കണ്ട് അത് മോശമാണ് എന്ന് ഒരു ദലീലിന്റെയും ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിൽ പറയുക സാധ്യമല്ല. പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അതിന് യൗമുൻ നഹർ എന്ന് പറയുന്നു. യൗമുൻ നഹർ എന്ന് പറയുന്നത് അറവിന്റെ ദിവസം എന്നാണ്. ഈ ബലി പെരുന്നാൾ എന്ന പേര് തന്നെ, ഈദുൽ അദ്ഹ എന്നുള്ള പേര് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പുത്രബലിയെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. അതിന്റെ ആ ബലികർമ്മത്തിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു ചിത്രീകരണമാണ്, അല്ലെങ്കിൽ അതിനെ ഒരു സത്യപ്പെടുത്തലാണ് നമ്മുടെ ബലികർമ്മത്തിലൂടെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പുണ്യകരമായ ഒരു അമലാണ് ബലിയറുക്കുക എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മാ അമില ആദമിയും മിൻ അമലി യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. ഒരു മനുഷ്യൻ ഈ യൗമുൻ നഹറിൽ പെരുന്നാൾ ദിവസം ദുൽഹജ്ജ് 10 ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ആ ബലിയറുത്ത് അതിന്റെ രക്തം ചിന്തുക എന്നുള്ളതാണ്. അപ്പോൾ ബലികർമ്മം എന്നുള്ളത് തന്നെ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി വലിയ ഒരു പുണ്യപരമായ കാര്യമാണ് അത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശആരിഹാ വഅദ്ലാഫിഹാ. നിങ്ങൾ അറുക്കുന്ന ഈ ബലിമൃഗങ്ങൾ പരലോകത്ത് പ്രത്യക്ഷപ്പെടും. അവയുടെ കൊമ്പുകളോടുകൂടി, അവയുടെ രോമങ്ങളോടുകൂടി, അതുപോലെ അവയുടെ കുളമ്പുകളോടുകൂടി തന്നെ പ്രത്യക്ഷപ്പെടും. ഇന്ന ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല യഖഅലൽ അർള്. ഈ നിങ്ങളുടെ ഈ ചിന്തുന്ന രക്തം അത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ മീസാൻ ഹസനാത്ത് സൽക്കർമ്മങ്ങളുടെ തുലാസിൽ അത് പതിയുന്നു. ഫതീബു ബിഹാ നഫ്സ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായും കൂടുതൽ സന്തോഷത്തോടുകൂടിയും ബലികർമ്മം അനുഷ്ഠിക്കുക എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരു നബി വചനത്തിൽ മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന എന്ന് പറഞ്ഞതായി പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് കഴിവുണ്ടായിട്ട് ബലി ചെയ്യുന്നില്ല, അറുക്കുന്നില്ല എങ്കിൽ
അയാൾ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരണ്ട എന്നുള്ള അത്രയും ഒരു കർശനമായ ഒരു ശാസന അതിൽ കാണാം. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് വളരെ കഴിവുള്ള ആളുകൾ അറുക്കാതിരിക്കുന്നത് കറാഹത്താണ് എന്ന് ഇമാം ശാഫിഈ പ്രത്യേകമായി എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബലികർമ്മം എന്ന് പറയുന്നത് വലിയ പുണ്യകരമായ ഒരു കാര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. അതുപോലെ റസൂൽ തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഒക്കെ ബലികർമ്മം അറുത്തിട്ടുണ്ട്. മാത്രമല്ല കുലൂ മിൻഹാ വതഇമു മിൻഹാ വദ്ദഖിറു, നിങ്ങൾ അത് ആ അറുക്കുന്ന ബലി മാംസത്തിൽ നിന്ന് നിങ്ങളും കഴിക്കുക, മറ്റുള്ളവർക്ക് കഴിക്കാനും വേണ്ടി കൊടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമം ഈ ബലി കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉമ്മത്തിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാള് അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും വേണ്ടി മാത്രം അറുക്കുകയാണ് എങ്കിൽ ഒരു മൃഗത്തെ അയാൾ അറുത്താൽ മതി, ഒരാടിനെ അറുത്താൽ മതി. അയാളും അയാളുടെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരാടിനെ അറുത്താൽ മതി. ഷെയറായിക്കൊണ്ട് അറുക്കുകയാണെങ്കിൽ 7 പേർക്ക് വരെ ഒരു ഷെയറിൽ പങ്കുചേരാം. പക്ഷേ അത് ആടിന് പറ്റുകയില്ല. അത് മറ്റ് തരത്തിലുള്ള ഒട്ടകം അല്ലെങ്കിൽ മൂരി, പോത്ത് പോലെയുള്ള എരുമ പോലെയുള്ള ഇനങ്ങളിൽപ്പെട്ടതാണ് എങ്കിൽ 7 ആള് വരെ അതിൽ പങ്കുചേരാം എന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾ കൂടുതൽ ഈ ഉദഹിയ്യത്ത് അറുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം ആദ്യമായി പെരുന്നാൾ നമസ്കരിക്കും. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയ്യത്ത് അറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയും, ആരും തന്നെ നമസ്കാരത്തിന് മുമ്പ് അറുക്കരുത്, നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അറുക്കേണ്ടത്. ആരെങ്കിലും നേരത്തെ അറുത്താൽ അത്തരം ആളുകൾക്ക് എന്നും അറുക്കാം, അത് ഉദഹിയ്യത്തായി തീരുകയില്ല. അത് അയാൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അറുക്കുകയാണ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഉദഹിയ്യത്ത് ആയി പരിഗണിക്കണമെന്നുണ്ട് എങ്കിൽ അത് ഈ നമസ്കാര സമയത്തിന് ശേഷം അറുക്കുന്നതായിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ അറുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറുക്കാനും കൊടുക്കൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഇത് ഈ ഉദഹിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ശാസനയാണ്. നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ പൊന്തി വരുന്ന ഒരു സംശയമുണ്ട്. പല ആളുകളും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ ഉദഹിയ്യത്ത് അറുക്കുകയും അതിന്റെ മാംസം പല ആളുകൾക്കും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സാധാരണ ഒരു നടപടിയായിക്കൊണ്ട് ഇന്ന് പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ പലപ്പോഴും അമുസ്ലിങ്ങളായ സഹോദരന്മാർ, അമുസ്ലിം വീടുകളും ഉണ്ടായിരിക്കും. അവർക്ക് ഈ ഉദഹിയ്യത്തിന്റെ മാംസമൊക്കെ കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള രീതിയിൽ ചില സംശയം. ചില ആളുകൾ വളരെ ക്രൂരമായ ഫത്വകൾ കൊടുക്കുകയും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ. യാഥാസ്ഥികന്മാരല്ല, വളരെ പരിഷ്കരിച്ച ആളുകൾ എന്നും അതുപോലെ പുരോഗമനവാദികൾ എന്നും പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിൽ ആ രൂപത്തിൽ ഷാഢ്യബുദ്ധി കാണിച്ചുകൊണ്ട് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല, സക്കാത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഉദഹിയ്യത്തിൽ നിന്നോ ഒന്നോ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇസ്ലാമികമായി ആ വിഷയകമായ പ്രമാണങ്ങളും തെളിവുകളും നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിന്റേതായ ആ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ ഇസ്ലാം പാവപ്പെട്ടവരായ ആളുകളോട് പരിഗണിക്കുന്ന പരിഗണനയും ഒക്കെ വെച്ചുകൊണ്ട് മഹാന്മാരായ പല ഇമാമുകളും അഭിപ്രായപ്പെട്ടത്, പല സഹാബിമാരുടെയും പ്രവർത്തനങ്ങളും ചെയ്തികളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഇതിൽ നിന്ന് കൊടുക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ശരിയാണ്, സക്കാത്ത് എന്ന് പറയുന്നത് ഉദഹിയ്യത്ത് എന്ന് പറയുന്നതും അത് മുസ്ലിം സമൂഹത്തിനാണ് ഏറ്റവും അർഹതപ്പെട്ടത്. അവർക്ക് വേണ്ടിയാണ് അറുക്കുന്നത്, അവർക്ക് തന്നെയാണ് അത് കൊടുക്കുകയും ചെയ്യേണ്ടത്. അതിലൊന്നും നമ്മൾ സംശയമില്ലല്ലോ. കാരണം പെരുന്നാൾ ദിവസമാണ്, പെരുന്നാൾ ദിവസം ഏറ്റവും അവകാശപ്പെട്ടതും അത് കിട്ടേണ്ടതും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ്. അതുപോലെ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത്, അത് നമ്മുടെ സമ്പത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതൊക്കെ അത് അത്തരം കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളായ എല്ലാ വീടുകളിലേക്കും കൊടുക്കുമ്പോൾ അപ്പൊ ആ കൂട്ടത്തിൽ 1, 2 അല്ലെങ്കിൽ 3 വീടുകൾ വേറെ അമുസ്ലിമീങ്ങളുടെയും ഉണ്ടായിരിക്കും. അപ്പൊ ആ വീടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്നത് ഒരു മതപരമായിട്ടുള്ള ഒരു വിരോധവും ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാക്കാനും നമ്മുടെയും ഇസ്ലാമിന്റെയും ഒക്കെ നേരെ ഒരു തരത്തിലുള്ള പകയും വിദ്വേഷവും ഉണ്ടാക്കാനും അത് കാരണമായി തീരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാന്മാരായ പല ഇമാമുകൾ, ഇമാം അബു ഹനീഫയെ പോലെയുള്ള ആളുകൾ, ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ,
ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഇമാമാണ് ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ. അവരൊക്കെ അഭിപ്രായപ്പെടുന്നു അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാവുന്നതാണ്, അവർക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് ഇതിൽ നിന്ന് കൊടുക്കുന്നത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മസാക്കീൻ ഫുഖറാഇന് കൊടുക്കുക എന്നുള്ള രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ മസാക്കീൻ ഫുഖറാഇ എന്ന് പറയുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട മസാക്കീൻ ഫുഖറാഇ എന്നുള്ള രൂപത്തിൽ നിജപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സകാത്തിന്റെ ഒരു വിഹിതം ജൂതനായ ഒരു വയസ്സനായ വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായി. സകാത്തിൽ നിന്ന് അയാൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം കൊടുക്കാൻ വേണ്ടി ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ, ഈ സകാത്ത് എന്ന് പറയുന്നത് അത് ഫുഖറാഇനും മസാക്കീനും കൊടുക്കാനുള്ളതാണ്. വഹാദാ മിൻ മസാകീനി അഹ്ലിൽ കിതാബ്, ഇത് അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട മിസ്കീന്മാരിൽപ്പെട്ടവനാണ് ഇവൻ, അതുകൊണ്ട് ഇവനും അത് കൊടുക്കാം എന്നുള്ള രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാം. സഹാബിമാരുടെ ഇടയിലും തന്നെ ഈ രീതിയിൽ താബിഴുകളും ഒക്കെ അമുസ്ലിമീങ്ങളായ ദിമ്മികളായ ആളുകൾക്ക് അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ധാരാളമായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരം ഈ കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യമായ തർക്കങ്ങൾക്ക് വിധേയമാക്കുകയും അതെല്ലാം പൊക്കി ഉണ്ടാക്കിക്കൊണ്ട് സാമുദായികമായ വൈരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റുക. അതിലൊക്കെ ഇസ്ലാമികമായ മര്യാദയും അതുപോലെ മറ്റ് സഹോദരന്മാരെ കൂടി പരിഗണിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പൊ ഈ രീതിയിൽ ഇസ്ലാമികമായ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ അത് അതിൻ്റെതായ ആ വ്യവസ്ഥയോടും ചിട്ടയോടും കൂടി അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതലായി നമ്മൾ പ്രവർത്തിക്കാനും ശ്രദ്ധിക്കാനും പറ്റിയ നാളുകളും ദിവസങ്ങളുമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കൂടുതൽ സജീവമാക്കുകയും കൂടുതൽ വിജയിപ്പിക്കുകയും ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പിൻപറ്റാൻ നമുക്ക് ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.